ഞങ്ങൾ കാലത്ത് 5 മണിയായപ്പോൾ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് ബാംഗ്ലൂർ പുറത്തോട്ട് ഇറങ്ങിയേക്കണേ. ആക്ച്വലി ഞങ്ങൾക്ക് 64 കിലോമീറ്റർ ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾക്ക് നന്ദി ഹിൽസ് വരെ ഉണ്ട്. ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇരുട്ടൊക്കെ മാറി നമ്മൾ ക്ലൈമറ്റായിട്ട് നമ്മൾ ഇണങ്ങി കേട്ടോ. വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ പയ്യെ പയ്യെ ഞാൻ ആ ക്ലൈമറ്റായിട്ട് ഇണങ്ങി. അങ്ങനെ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട്, കാര്യം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോയി. റോഡും കാര്യങ്ങളൊക്കെ ആദ്യത്തെ റോഡൊക്കെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ കൂടെ പിന്നീട് കുറച്ച് റോഡൊക്കെ കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോണ റൂട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സാധാരണ നോർമലി നമ്മളിപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം, നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വെളുപ്പിലൊക്കെ പോകുമ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പോകുമ്പോൾ അധികം ആൾക്കാർ, അവിടെയുള്ള ലോക്കൽസ് അല്ലാതെ അങ്ങനെ പോകുന്ന ആൾക്കാരെ ഒന്നും അധികം കണ്ടില്ല കേട്ടോ. ശരിക്കും അതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ മനസ്സിലായത് നമുക്ക് അവിടെ എത്തിയപ്പോഴാണ്. കാരണം നമ്മൾ പോയ ടൈം കുറച്ച് വൈകിയാണ് നമ്മൾ പോയത്. കാരണം നോർമലി ഈ നന്ദി ഹിൽസിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ വെളുപ്പിനൊരു 3 മണി 4 മണിയൊക്കെ സമയത്തൊക്കെയാണ് പോകുന്നത്. കാരണം നമുക്ക് ഫുൾ ക്ലൗഡ് കാണണമെങ്കിൽ നമ്മൾ ആ ടൈമിലൊക്കെ പോകേണ്ടി വരും. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ 1-2 ബൈക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. കുറേ ഇങ്ങനെ ഓടിച്ച് അവസാനം ഒരു മലയുടെ അടുത്തെത്തി. അപ്പോൾ അതായിരിക്കും നന്ദി ഹിൽസ് എന്ന് കരുതി. പക്ഷേ അതല്ല. അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് ദൂരവും കൂടി നമ്മൾ ഓടിച്ച് അവസാനം നമ്മൾ ഹിൽസിൻ്റെ ആ ഹെയർ പിന്നിലേക്ക് നമ്മൾ കയറിയായിരുന്നു. അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ. കാര്യം ഈ ഒരു കോട അടിച്ചിട്ട് ഒരുപാട് നാളായി കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. അവസാനം നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ അധികം അങ്ങനെ റൈഡ് ബൈക്കിന് പോകാത്ത ആളാണ്. അതിൻ്റെ ഇടക്കാണ് എൻ്റെ മുഖം കൂടി കിട്ടിയിട്ട് എന്ന് പറഞ്ഞു ഒരാൾ കൂടെ ഒരു ഹായ് തരാൻ പറഞ്ഞു. അപ്പം ഞാനും കൊടുത്തു ഹായ്. കോട ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി ആ തണുപ്പെന്ന് പറഞ്ഞാൽ കൈയൊക്കെ ശരിക്കും ഐസായി പോയി. കാരണം ഇതുപോലെയൊന്നുമല്ല, നമുക്ക് ആ റോഡ് പോലും നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് പിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ അവളോട് പറയണമായിരുന്നു, ഞാൻ സൈഡ് പിടിച്ച് തന്നെയാണ് പോയത്. കാരണം നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഹില്ലാണ്. കാരണം മൂന്നാറൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. പക്ഷേ ഇതെന്താണെന്നുള്ള ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ആഷിനയുടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഈ എയർപിനൊക്കെ കയറുമ്പോൾ നല്ല പേടിയുണ്ടാവും. ഞാൻ വളരെ സ്ലോയിൽ തന്നെ ഞാൻ വണ്ടി ഓടിച്ചത്. കാരണം സ്കൂട്ടറാണ്, പിടിച്ചാലും കിട്ടത്തില്ല. അവസാനം ഒരുപാട് ഓടിച്ച് അവസാനം അതിൻ്റെ കവാടത്തിൻ്റെ അരിയത്ത് എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് സമാധാനം. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോകണേ. അപ്പം തന്നെ നമുക്കൊരു ടൈം പീരീഡ് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു 4 മണി ഒരു 5 മണിയൊക്കെ ഒളിച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ക്ലൗഡ് മൂടിയത്, ആ ഒരു ഇത് കിട്ടേണ്ടായിരുന്നു. പക്ഷേ നമുക്കും കുറേ പരിമിതികളുണ്ടായത് കാരണം നമ്മൾ വൈകിയാണ് ഇറങ്ങിയത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വണ്ടി നിർത്തി, അവിടെ നമ്മൾ വണ്ടി പാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. 2.25 മണിക്കൂറുകൾക്ക് ശേഷം നമ്മളപ്പോൾ നന്ദി ഹിൽസിലെത്തിയിരുന്നു. നന്ദി ഹിൽസിൽ വന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ജീപ്പേ എടുക്കത്തില്ല, നമുക്ക് ക്യാഷ് തന്നെ വേണം. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ടീമിൻ്റെ അടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ആ പൈസ മേടിച്ചിട്ടാണ് ഞങ്ങളവിടെ കൊടുത്തത്. നമുക്ക് അഡൾട്ട്സിന് വരുന്നത് 30 റുപ്പീസ് പെർ ഹെഡും, അതേപോലെ ബൈക്കാണെങ്കിൽ 10 റുപ്പീസ് ബൈക്കിനും വരുന്നുണ്ട്. 7 മണിക്ക് തന്നെ ഇത്രയും കാറുകളും ഇത്രയും ബൈക്കുകളും ഇവിടെ കണ്ടിട്ടുണ്ട്. ക്ലൈമറ്റ് തന്നെ കണ്ടില്ലേ. നമ്മൾ ഈ ഒരു കവാടത്തിൻ്റെ അകത്തു കൂടി കയറിയാണ് വേണ്ടി പോകുന്നത്. ഈ സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഈ ഒരു വ്യൂ ഇല്ലേ, ഇവിടെ നിന്നിട്ട് കിട്ടുന്ന വ്യൂ രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയവർക്ക് അറിയാൻ പറ്റും. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാറ്റൊക്കെ അടിച്ചിട്ട് ആ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടില്ല, എൻ്റെ പൊന്നോ നല്ലൊരു ഫീലായിരുന്നു. കുറേ നാൾ കൂടിയാണ് നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ
ഇത്രയും മഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ പോയേക്കണം. പിന്നെ ആ കിട്ടിയ ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ മഞ്ഞക്കൊന്ന് മൂക്കിലേക്ക് അടിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നോ, രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഹില്ലിൻ്റെ മുകളിലുള്ള ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. പിയർ മിൽക്ക് ആണ് അവിടെ അവർ സെർവ് ചെയ്യുന്നത്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേയൊക്കെ അങ്ങോട്ട് കയറി. പിന്നെ അവിടുത്തെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളത് എന്നുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ പാറ മുകളിലേക്ക് നമ്മൾ നടന്ന് കിട്ടുമ്പോൾ ഒരു കാറ്റടിക്കും, എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ല. പിന്നെ മുകളിലുള്ള ചെറിയൊരു അമ്പലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് പോലുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ചോദിച്ചപ്പോൾ അമ്പലമാണെന്നൊക്കെയാണ് പറഞ്ഞത് ലോക്കൽസ്. പിന്നെ ഇത് നമ്മളിത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂസൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണിത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടല്ലോ, കാണാൻ നല്ല അടിപൊളിയായിരുന്നേ. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ അകത്ത് കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ കുരങ്ങച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഫീഡ് ചെയ്യാറുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൊക്കെ ഇറങ്ങി നിന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. ആഷിനൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആഷിന ഒരു പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാണ് കാണുന്നത്. കോടമഞ്ഞൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്നും അങ്ങോട്ട് കാണാനൊന്നും പറ്റണ്ടായില്ല. കുറച്ച് നേരത്തിൽ കൂടെ നമുക്ക് വന്നു വെച്ചെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂവും നല്ലൊരു ഫീലൊക്കെ കിട്ടിയേനെ. എന്നാലും അത്യാവശ്യം നല്ലൊരു എക്സ്പ്ലോർ ആയിരുന്നു കേട്ടോ അത്. ആഷിനൊക്കെ നല്ല തണുക്കണുണ്ടായിരുന്നേ. ഒന്ന് പുറത്ത് കാണിക്കാതെ ആൾ മാറിയിരിക്കണമായിരുന്നു. പിന്നെ നമ്മളൊരു SRK സ്റ്റൈൽ അവിടെ വന്നിട്ട് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഫാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു ഫീലിൽ ശരിക്കും കൈ പൊക്കിപ്പോയാണ് കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ കോട ഇറങ്ങണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ശരിക്കും ഈ ഒരു ട്രിപ്പ് ഞാൻ മിസ് ചെയ്തേനെ. കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാലത്ത് ഇരുന്നേക്കാൻ. പക്ഷേ പ്രകൃതിയെ കാണണമെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങണമെന്നുള്ളത് ആരോ പണ്ടോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വച്ച് എനിക്കത് നല്ലോണം മനസ്സിലായി. കാരണം ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു വെച്ചെങ്കിൽ എനിക്ക് ഇത്ര നല്ലൊരു അനുഭവം എനിക്ക് പിന്നീട് കിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് എപ്പോഴെപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ബാംഗ്ലൂർ പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ആക്ച്വലി നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊച്ചിയിലാണ്. അപ്പോൾ നമുക്ക് പോകാനൊന്നും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം അതൊരു വൈബാണ്. ഇവിടെ പോയവർക്ക് അത് മനസ്സിലാവും. കാരണം ഞാൻ നമ്മുടെ ബിടെക് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലൊക്കെ ഞാൻ നന്ദി ഹിൽസിനെ കുറിച്ച് തന്നെ അറിയുന്നത് തന്നെ. അപ്പോൾ അന്നുള്ളൊരാഗ്രഹമാണ് ഇവിടെ വരണം, ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കാര്യങ്ങളൊക്കെ. നന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കർണാടകയുടെ ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്തിനു വെച്ചാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ശരി, ആക്ച്വലി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ താഴത്ത് നോക്കിയപ്പോൾ ഷൂട്ടിങ് കൊടുത്തൊരു സംഭവം എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നേരിട്ട് പോയി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടുത്തെ ഫീൽ എന്താണെന്നുള്ളത്. ഞാൻ ആദ്യം കരുതിയത് എന്തോ ഷൂട്ടിങ് നടക്കണമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇതിൻ്റെ കൺട്രോളർ പറഞ്ഞത് ഇത് സർവൈലൻസ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്തുള്ള വേറൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, മയൂര പൈൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ആക്ച്വലി നമ്മൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾക്ക് കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചവരെ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഏരിയ ഉണ്ട് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല
ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വന്ന സമയമൊക്കെ കുറച്ച് വൈകി. കുറച്ച് നേരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുക. നന്ദി ഹിൽസിലെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണതാണ്. ശരിക്കും 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പകുതി എത്തിയപ്പോൾ ഞാൻ ആഷ്നോട് പറയണമായിരുന്നു നിർത്തി പോയാലാണ്. കാരണം ഓടിച്ചോടിച്ച് മതിയായി. പക്ഷേ ഈ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ബാംഗ്ലൂർ തന്നെയാണെങ്കിൽ നന്ദി ഹിൽസ് മിസ് ചെയ്യാതെ നോക്കണം. പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി കുളിച്ച് ഇവിടെ എത്താനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയമൊക്കെ കിട്ടും. ഇപ്പോൾ 7:45 ഞങ്ങൾ പോന്നിട്ട് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തപ്പോൾ 6:30 ആയി. 6:45. എന്തായാലും ബാംഗ്ലൂർ തന്നെയാണെങ്കിൽ നന്ദി ഹിൽസ് മിസ് ചെയ്യാതെ നോക്കണം. അഷ്ന എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈം. ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടെ നേരത്തെ വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.